ഹാർഡ് കോർ തുടങ്ങിയെന്ന്. 100 ഡേയ്സ് ചലഞ്ചാണ്. അതിന് മുമ്പ് ചാവാണ്ടിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കാം, ചാവാണ്ടിരിക്കാൻ. ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇവിടെ ട്രഷറിൻ്റെ അടുത്തേക്ക് വന്ന് ട്രഷർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ബ്ലോക്ക് എടുത്തില്ല. ഞാൻ അത്ര ബുദ്ധിമാനായിപ്പോയി. എന്തായാലും ഈ പിസ്റ്റണും ഈ ചെസ്റ്റൊക്കെ വെച്ച് നമുക്ക് എന്തായാലും മണ്ടക്കയിലേക്ക് കയറാം. ഇവിടെ നിന്ന് വലിയ കാര്യത്തിലൊന്നും കിട്ടിയില്ല കേട്ടോ. ബാമ്പു കിട്ടി, വേറെ ഒന്നും കിട്ടില്ല. 2 ബോണും കിട്ടി, പിന്നെ ഒരു റെഡ് സ്റ്റോണും കിട്ടി. പിസ്റ്റൺ ഇവിടെ വെച്ചേക്കാം, വലിയ ഗുണമില്ലല്ലോ ഇപ്പം. ഇതിൻ്റെ അകത്ത് ഉണ്ട്, ഞാൻ അതെടുത്തില്ല കേട്ടോ. ഓടോ അമ്പുണ്ട്. ഹാർഡ് കോറാണ് മച്ചാനെ, അടിക്കല്ലേ. പൊടിയൊക്കെ പിടിച്ചിരിക്കണം. കുറേ ആരോ കിട്ടിയിട്ടുണ്ട്, അടിക്കല്ലേ. ഓക്കെ, ഇവിടുന്ന് ആരോ കിട്ടി. എന്താ ഇവിടെ ഫുൾ ആരോ മാത്രമേ ഉള്ളൂ. ഡ്രം കിട്ടി, കുറച്ച് ഗോൾഡും കിട്ടി. ഓക്കെ, ഇരിക്കട്ടെ, വിഷയമൊന്നുമില്ല കേട്ടോ. റെഡ് സ്റ്റോണും കിട്ടി. ഇതേ ഇരിക്കുന്നു റെഡ് സ്റ്റോൺ. എന്തിനാ റെഡ് സ്റ്റോൺ? ഇരുന്നോട്ടെ, വലിയ ഗുണമൊന്നുമില്ല ഇപ്പം. എന്തായാലും ഗുണമില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഗുണം ഉണ്ടായേക്കും. ഒക്കെ വരിയെടുത്തേക്കാം. ഓക്കെ, ഇതും പൊട്ടിച്ചെടുക്കാൻ പറ്റും. വേണ്ട, ഇത് പറ്റുള്ള ബാക്കി എല്ലാ സാധനങ്ങളും ഇരുന്നോട്ടെ. ഇത് ഇവിടെ എന്തോ ലിവർ വെച്ചിട്ട് ഓണാക്കിയേ. ഓക്കെ, നമ്മുടെ ഐലൻഡ് ഞാൻ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ ആ ജംഗിൾ ടെമ്പിളിൽ കയറണ്ടായിരുന്നു. ജംഗിൾ ടെമ്പിൾ അല്ലേ? അതെ. ഇതെന്താ ഗൈസ്, ഇവനെന്തോ ഒരു ഗ്ലിച്ച് അടിച്ചിട്ടിട്ടത്. ഇതെന്തത് മോട്ടർ വെച്ച് ഓടണ ഷീപ്പോ? കരച്ചിലേക്ക് എന്ത് രസമല്ലേ. പാവം ചത്തുപോയി. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് അധികം ഷീപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ലിമിറ്റഡായിട്ട് ഒരു 3 എണ്ണത്തിന് കൊല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊല്ലുന്നതല്ല. ഇവിടെ കുറേ പംകിൻ ഉണ്ട്. പംകിനല്ല, മെലൻ, വാട്ടർ മെലൻ, വത്തക്ക, എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാൻ വിചാരിച്ചാൽ അതന്നെ. ആ സംഭവം നമുക്ക് തിന്നാൻ പറ്റുമെന്ന്. പിന്നെ ഇതേ നമുക്ക് നമ്മളെ എന്താ പറയുക, ഇതിനൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. എത്രയാ, 1 ആഴ്ച 2 ആഴ്ച കണ്ടായെന്ന് തോന്നുന്നു നമ്മൾ മൈൻക്രാഫ്റ്റ് ടോട്ടലി കളിച്ചിട്ട്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റത്തെ വേൾഡ് അല്ല, ഞാൻ പറയാം. ഞാൻ ഹാർഡ് കോറിൽ അത്ര പ്രോ അല്ലാത്തതുകൊണ്ട് ഇത് 3ാമത്തെ വേൾഡാണ്. ഞാൻ ഇതിൽ 2 തവണ റെക്കോർഡ് ചെയ്തു, പക്ഷേ അത് 2 ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഇതിൽ 2 ചത്ത്. ഏകദേശം ഒരു എത്ര വരെയുള്ള എപ്പിസോഡ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത് ചത്തുപോയി. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും ഒന്നുകൂടി തുടങ്ങാമല്ലോ. പിന്നെ ഞാൻ ഒരു സത്യസന്ധനായതുകൊണ്ട് ചേട്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞേ. വേറെ ആൾക്കാരാണെങ്കിൽ പറയില്ല. എന്തുകൊണ്ട്? കാരണം അവരുടെ മൈൻക്രാഫ്റ്റ് ഗോഡ് സുതി അല്ലെന്ന്. എൻ്റെ ഗോഡ് സുതിയാണ്. നിങ്ങളുടെ ഗോഡ് ആരാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ്, ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്കും കൂടി ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇപ്പോൾ ബ്ലാക്ക് സ്ക്രീൻ ആയില്ലേ, അത് ഇപ്പോൾ സംസാരിക്കുന്നത് എഡിറ്റർ ആവാസാണ്. ഇവിടെ ഒരു ചെറിയൊരു കോള് വന്നു, പേടിക്കണ്ട, അത് സുതി അണ്ണനായിരുന്നു. ബിരിയാണി കഴിക്കാൻ വരണ്ടോയെന്ന് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു ഇല്ലെന്ന്, കാരണം ഞാൻ കുറച്ച് മുമ്പ് മുട്ട പപ്സ് കഴിച്ചു. എൻ്റെ പൊന്നു കേസ്, ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ. ഒള്ളി തമാശ മാത്രം. അത് ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി. ഇനി ഇത് ക്ലിപ്പ് ചെയ്തിട്ടൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ ഒരു പാവപ്പെട്ടവനാണെങ്കിൽ ഞാൻ ജീവിച്ചു നോക്കോട്ടെ. ഓക്കെ, ഇതേ അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സീരീസ് നമ്മൾ പതുക്കെ കൊണ്ടുപോകണുള്ളൂ. ഒരു എപ്പിസോഡിൽ 20 ദിവസമായിരിക്കും. അതെന്തോറും നമ്മുടെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ഒരു ഗോള് വെക്കും മാക്സിമം. ഈ എപ്പിസോഡിൽ എന്തായാലും നമുക്കൊരു വീട് വയ്ക്കണം ഗൈസ്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗോള്. പറ്റുകയാണെങ്കിൽ അയൺ ആർമറും കൂടി ആവണം എന്നാണ് ആഗ്രഹം. മാക്സിമം നമുക്ക് നോക്കാം ഗൈസ്, ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ആവുമായിരിക്കും. ഇപ്പോൾ ഇത് നമുക്ക് എന്തായാലും കുറച്ച് കോളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വാരിയെടുത്തേക്കാം. ഇതൊക്കെ കളിച്ച് മനുഷ്യന് പ്രാന്ത് വന്നു ഗൈസ്. ഇത് എത്രാമത്തെ തവണ കളിക്കണം. എന്തായാലും ഞാൻ അത് നിങ്ങളെ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കാനുള്ള. ഇതൊക്കെ മൈൻഡ് ചെയ്തിട്ടിരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ്, ഒരു സ്റ്റോൺ ആക്സ്, എന്നിട്ട് ഈ സ്റ്റോണിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഈ കോളും കൂടി എടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടോർച്ചും കൂടി ഉണ്ടാക്കണം. ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഐലൻഡ് ഇങ്ങനെ തന്നെ ഒരു ഔട്ട്ലൈൻ ഇട്ട് സെറ്റ് ചെയ്യണം. അതൊരു റൗണ്ടിൽ നിങ്ങൾ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിൻ്റെ കണ്ടിട്ടുണ്ടാവില്ല ഐലൻഡ് ഇങ്ങനെ കറക്റ്റ് ഒരു വേറൊരു സംഭവമാക്കണത്. അപ്പോൾ അതും കൂടി നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. വേഗം കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ ഇത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് എല്ലാം നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറയാം. മാക്സിമം നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് സെപ്റ്റ് ചെയ്യാം, നോക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ സുതി അണ്ണൻ്റെ സ്റ്റാച്ചു ഒന്നും പറയില്ല കേട്ടോ. എന്നെക്കൊണ്ടൊന്നും വയ്യ അത്ര വലിയ സ്റ്റാച്ചു ഉണ്ടാക്കാൻ. വയ്യ എന്നല്ല, വേണമെങ്കിൽ നോക്കായിരുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു 1K+ വ്യൂസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാല്ലേ. വേണ്ട, അതെൻ്റെ ഐഡിയ. നിങ്ങൾ വേറെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞാൽ മതി. അത് അത്യാവശ്യം നല്ല വലുതാണെങ്കിൽ ഒരു 1K വ്യൂസൊക്കെ കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് പതുക്കെ നോക്കാം. എന്തായാലും 1K കിട്ടാമുള്ള നിങ്ങളെ മണ്ടന്മാരാക്കിയതാണ് ഞാൻ.
ഓക്കെ. പിന്നെ ഇതിൽ ഞാൻ മറ്റേ ഫാളിങ് ട്രീയുടെ മറ്റേ മോഡും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വയ്യ ഗൈസ്, ടൈം നല്ല വേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ. അറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞത്, മുഴുവൻ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അല്ലാത്തവർ മനസ്സിലാക്കണ്ട. പിന്നെ ഇത് നിങ്ങൾ റീപ്ലൈ മോഡിൽ കണ്ടിട്ടുണ്ടോ ഈ ഐലൻഡിൻ്റെ സൈസും കാര്യങ്ങളും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ ഐലൻഡാണ്. ഇവിടെ കുറേ വത്തക്കയുണ്ട് തിന്നാൻ. വത്തക്കയൊക്കെ എന്തോ പോലെ. നമുക്ക് വാട്ടർമെലൻ എന്ന് പറയാം. അടുത്ത ഷീപ്പിന് കിട്ടി. 2 ഷീപ്പായിട്ടുണ്ട്. ഒരു ഷീപ്പിനും കൂടി കിട്ടിയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ബെഡും കട്ടലും സെറ്റായിട്ടുണ്ട്. ഇവിടെ എന്താ മൈനിങ് ആണോ? ഇവിടെ കോള് മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല ഇത് കൊള്ളാട്ടെ ഗൈസ്. അണ്ടർ വാട്ടർ. ആദ്യമായിട്ട് നമ്മൾ നീന്തി നമുക്കിനി ബോട്ട് ഉണ്ടാക്കാം. ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത എവിടെയെങ്കിലും ഒരു ഐലൻഡ് ഉണ്ടോ എന്ന് നോക്കണം ഗൈസ്. പിന്നെ ഇത് ഈ സീഡ് വേണമെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. കമൻറ്റ് ബോക്സിലല്ല, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല സീഡ് കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ ചത്തില്ലെങ്കിൽ നല്ല സീഡാണ്, അല്ലെങ്കിൽ പാട്ട സീഡ് ഞാൻ നോക്കിയെടുത്തതാണ്. എന്തായാലും രാത്രിയാവാറായി, സന്ധ്യയായി, ഉഷസ്സായി, പുതിയൊരു ദിവസം ആവാറായി. ഡേ 1 ആകുമ്പോഴേക്കും തന്നെ 6 മിനിറ്റായി. നമുക്കിതിൽ 20 എപ്പിസോഡ് കാണിക്കേണ്ടതാണ്. പെട്ടെന്ന് ആക്കണം കാര്യങ്ങൾ. പെട്ടെന്ന് നമുക്ക് മണ്ടയ്ക്ക് പോയിട്ടൊരു ബെഡ് ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ മണ്ടയ്ക്ക് പോകുമ്പോഴേക്കും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന, നമ്മൾ 5K അടിക്കേണ്ടത് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നാൽ മതിയാണ്. പിന്നെ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം അധികം സബ്സ്ക്രൈബിനെ പറ്റി പറയാത്തത്. നിങ്ങൾ പേടിക്കേണ്ട ഗൈസ്, ഞാൻ മാക്സിമം എന്തായാലും വീഡിയോ ഇടാൻ നോക്കാം. സത്യമായിട്ട് നോക്കാം. ഓക്കെ. ഇവിടെ എന്തോ പറ്റി. ഓക്കെ, എന്തോ ചെറിയൊരു ലാഗ് അടിക്കണ്ടോന്ന് ഡൗട്ട് ഇല്ലാണ്ടില്ല കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ഞാൻ എന്തോ ഒരു ലാഗ് അടിക്കുന്നുണ്ട്, എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ട്. ഐ ഡോണ്ട് നോ, അതൊന്ന് നോക്കണം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇനി നമ്മുടെ ടൂൾസും ബെഡൊക്കെ ഉണ്ടാക്കാം. നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം. എവിടെ എൻ്റെ കാപ്പി ബെഡ്. കാപ്പി ബെഡ്. ഓക്കെ, ബെഡ് ഉണ്ടാക്കണ റെസിപ്പി വരെ മറന്നുപോയോ? 3 ഹാർഡ് വിളിച്ചിട്ടാ ഇടയുടെ നാണം കെടുത്തു പോൻ. ഓക്കെ, നമ്മളിത് ഇപ്പോൾ സ്വീറ്റ് ഡ്രീംസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഒരു ക്യാമ്പ് ഫയർ അല്ല, ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ഒരു ചെസ്റ്റ്. അതിന് മുമ്പ് നമുക്കൊരു ഒരു ഫർണസ് ഉണ്ടാക്കാം. നമുക്ക് ഫുഡാണ് ഇല്ലാത്തത്. നമുക്ക് കുറച്ച് 4 മട്ടൺ ഉണ്ടല്ലോ, നമുക്ക് കുക്ക് ചെയ്യാം. നല്ല വിശപ്പുണ്ട് ഗൈസ്, നല്ല വിശപ്പുണ്ട്. ഒരു വേൾഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് അടിക്കണം. ഫുഡ് മുഖ്യം ബിഗിലേ. എൻ്റെ പൊന്നു ഗൈസ്, എൻ്റെ നടു ഒടിഞ്ഞ് ഞാനിപ്പോൾ വേണമെങ്കിലും ചാവാം. അതെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആരുടെയോ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ഇത് നോക്ക്, ഒരു ആർട്ടിൽ ആരെങ്കിലും നിൽക്കുമോ? അവിടെ ഒരു മരം ഉണ്ടായി ഗൈസ്, ഞാൻ മരത്തിൻ്റെ മണ്ടയ്ക്ക് വീണതാ. മറ്റേ ഫാളിങ് ട്രീയുടെ മറ്റേ മോഡിട്ടിട്ടുണ്ടല്ലോ, ഞാൻ മണ്ടയ്ക്ക് കയറിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ മരം മുകളിൽ നിന്ന് തന്നെ വെട്ടി. അപ്പം ഞാൻ താഴേക്ക് വീണ്. ജസ്റ്റ് എന്തോ ഭാഗ്യത്തിന് ഞാൻ ചത്തില്ല. ഇവിടെ മൊത്തം ക്ലിയർ ചെയ്തതായിരുന്നു. എന്തായാലും ഇവിടുത്തെ കുറേ കഷ്ടപ്പാടുണ്ട്. ഇനി ഇത് മൊത്തം പോയിരുന്നെങ്കിൽ നല്ല പാടുപെട്ടാനെ. പിന്നെ ഇത് ഇവിടെ നമുക്കൊരു മക്കാവേനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റിയൽ ലൈഫിലെ പേരാണ് മക്കാവ എന്നല്ലേ. ഇതിനെന്തായാലും നമുക്കൊരു നല്ല പേര് വേണം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ മക്കു എന്ന് വിളിക്കാം അല്ലേ, എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, നിങ്ങളെന്തായാലും ഒരു നല്ല പേര് പറയാതെ. അവിടെ ഉണ്ട് ഒരു തത്ത, അതിനും കൂടി ഒന്ന് ഇണക്കിയേക്കാം. അപ്പോൾ 2 തത്തകൾ. അപ്പോൾ നിങ്ങൾക്ക് ടിൻറ്റു മിൻറ്റു അങ്ങനെ എന്തോ പേരുണ്ടല്ലോ നമുക്ക് കോമൺ. 2 ട്വിൻസിനൊക്കെ ഇടാൻ പറ്റണത്. ടുട്ടു മിട്ടു അങ്ങനെ എന്തെങ്കിലും നല്ല പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ ഇത് നിങ്ങൾക്ക് പിന്നെ നോക്കണ്ടല്ലോ, ബഗ്രോക്കിൻ്റെ ചെറിയ കളികളാണ്. ഇത് പക്ഷേ ബഗ്രോക്ക് അല്ല കേട്ടോ. ബഗ്രോക്കും ജാവയൊക്കെ അങ്ങോട്ടും ചേട്ടനൊക്കെയാണല്ലോ. ഇത് പിന്നെ അതിൽ പിന്നെ ഒരു ഇതില്ല, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അതവിടെ നിന്നോട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവന് തീറ്റ കൊടുത്ത്. ഇവ മറ്റേ ജീവിയുടെ പെരുവയറിൻ്റെ ചേട്ടനാണ്.
എന്ത് കഷ്ടാന്ന് നോക്കണേ. എടാ എനിക്ക് വീഡിയോ പെട്ടെന്ന് തീർക്കണം. വന്നേ സമയം പോണ്. എത്ര ദിവസമായിന്ന് അറിയോ നിനക്ക്? എന്തായാലും ഞാൻ ദിവസം എന്തായാലും ഇടയിൽ കാണിക്കാനുള്ള ഡേ കൗണ്ടറിൻ്റെ മോഡ് ഈ ലേറ്റസ്റ്റ് വെർഷനിൽ വന്നിട്ടില്ല. ഇത് ലേറ്റസ്റ്റ് വെർഷനാണ് 1.21.8. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുത്തെ പുല്ല് മൊത്തം പറിച്ചെടുത്തേക്കാം. പുല്ല് പുല്ല് പുല്ലേ 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 പുല്ലേ. ഓക്കെ, ഇനി നീ അണങ്ങേണ്ടതാണ് മോനെ. എടേ ഇവൻ അതിലും അണങ്ങിയില്ലേ? ഈ പുല്ല് പറക്കി എൻ്റെ ജീവിതം ഒരു പുല്ല് പോലെയാവും കഴിച്ച്. എന്ത് കഷ്ടമാണ് നോക്കണേ. ഒരു പുല്ല് കിട്ടിയുള്ളൂ, ഒരു സീഡ് കിട്ടി പുല്ല് പറിച്ചിട്ട്. പുല്ലിൽ നിന്നൊന്നും പഴയ പോലെ നമുക്ക് സീഡ് കിട്ടുള്ള കേട്ടോ മൊജാങ്ക്. ഇതൊന്നും ശരിയല്ല. ഒരു പുല്ലിൽ നിന്ന് മാക്സിമം ഒരു 10 സീഡെങ്കിലും കിട്ടണം, എന്നാലേ ശരിയാവുള്ളൂ ഇനി കണക്കുകൾ. അല്ലെങ്കിൽ ഈ തത്തയാണെങ്കിൽ ഒരു സീഡിൻ്റെ അത്ര ഉള്ളൂ, പക്ഷെ ഒരു 1.5 സ്റ്റാക്ക് സീഡ് തിങ്ങി. എന്താണാവോ തേങ്ങ. ഇത് പറക്കി എൻ്റെ കൈയും വേന എടുക്കുന്നത്. എൻ്റെ ആർട്ട് തീരാറായി. ഇനിയെങ്കിലും മോനൊന്ന് ഇണങ്ങ്. ഓ ഇണങ്ങിയിട്ടവൻ. ഇവനെ എത്ര സീഡിൽ ഇണങ്ങിയെന്ന് കറക്റ്റായിട്ട് പറയണ ആളുടെ പേര് നോക്കിയിടാല്ലേ. കറക്റ്റായിട്ട് ഞാനും കൂടി ഒന്നും കൂടി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നുകൂടി കണ്ടോളാം. കറക്റ്റായിട്ട് ആദ്യം പറയണ ആളുടെ നമുക്ക് പേരിടാം. ദൈവമേ, ആ കള്ള ഫ്ലെയിംസിൻ്റെ പേരൊന്നും വരല്ലേ. ഫ്ലെയിംസേ എന്ന് വിളിക്കണത് ഭയങ്കര മോശമായിരിക്കും ഗൈസ്. ഒരു തത്തക്കൊക്കെ ഫ്ലെയിംസ് എന്ന് പേരിടാൻ പറ്റുമോ? നിങ്ങൾ പറ, നിങ്ങളിടോ? ഞാൻ ഇടില്ല കേട്ടോ, സത്യം ഇട്ടിട്ടില്ല. ഫ്ലെയിംസിൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്നതല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. പിന്നെ ഇത് ഇവിടെ 3 തത്തയുണ്ട്. എത്ര തത്തകളാ? എല്ലാവരും പേരിടാൻ കഴിയും. ആദ്യം കമന്റ് ഇടണ നമുക്ക് കുറച്ച് പേരുടെ പേരെടുക്കാം. ഒരു 5 തത്തയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 5 പേരെടുക്കാം അല്ലേ. ഓക്കെ, പിന്നെ ഇത് ഇത്ര മരം കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് തന്നെ മരം വെച്ചിട്ടൊരു വീടും കൂടി പണിയേണ്ടതാണ്. അപ്പോൾ എന്തായാലും ആ മരം കാര്യങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഈ തത്ത ഒന്ന് അനങ്ങാണ്ടിരി. ഈ മക്കു അവിടെ ഒരു മക്കു. ഇപ്പം നമുക്ക് മക്കു എന്ന് വിളിക്കാം കേട്ടോ. നിങ്ങൾ പേരിടുമ്പോൾ നമുക്ക് അടുത്ത പേര് വിളിക്കാം. ഇപ്പോഴേ സന്ധ്യയായി, ഉഷസായി. ഉഷ അതാരെങ്കിലും ആവട്ടെ, സന്ധ്യ ആയിട്ടുണ്ട്, രാത്രി. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഫുഡില്ല. ഞാൻ എപ്പോൾ ആണെങ്കിലും ചാവന്തി. എൻ്റെ കയ്യിൽ 3 മുട്ടയുണ്ട്. മുട്ട പൊരിച്ച് തിങ്ങാനും പറ്റില്ല. പിന്നെ 4 സീഡുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്തിട്ട് കുറച്ച് നട്ടിട്ട് നമുക്ക് മറ്റേ വീറ്റ് എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 4 ഡയറക്റ്റ് എടുത്തേക്കാം. ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഇത് നിങ്ങൾ കാണട്ടേന്ന് വെറുതെ. ഞാനൊരു കൃഷിക്കാരനാണ്, ഞാൻ പണിയെടുക്കേണ്ടെന്ന് 4 ആൾ അറിയട്ടേന്ന്. ഇത് ഇപ്പോൾ ഒരു കല്യാണ ആലോചനയൊക്കെ വരികയാണെങ്കിൽ പണിയെടുക്കണ്ടെന്നൊക്കെ അറിയണ്ടേ. എന്താ ജോലിയും ചോദിക്കണമെങ്കിൽ ഒരു കർഷകനാന്ന് എന്തെങ്കിലും പറയാലോ. എനിക്ക് കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. ഓക്കെ, സത്യമായിട്ടും കല്യാണപ്രായമായിട്ടില്ല. ഇത് കണ്ട എൻ്റെ പച്ചത്തത്തയാണ് സത്യം. സത്യമായിട്ടും ഗൈസ്. ഓക്കെ, ആ വിഷയം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് പോകണം. ഒരു റോട്ടം ബ്ലഷ് മാത്രമേ ഉള്ളൂ. ഈ റോട്ടം ബ്ലഷ് എന്തായാലും കഴിച്ചേക്കാം. ഫുഡ് എന്തെങ്കിലും വേണ്ട ഗൈസ്. ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഫുഡിന് വേറെ എന്താ പണി? സീഡ് കളക്ട് ചെയ്തിട്ട് ഇത് ചെയ്യല്ലാണ്ട് വേറെന്താ ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞോടാട്ടോ. നമുക്ക് എന്തായാലും ഇപ്പം ഇത് കളക്ട് ചെയ്യാം. എന്ത് സീഡ്? ഞാൻ ഇത് ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു അല്ലേ. ഇവിടെ ഒരു കോഴിയുണ്ട്. ഇവന്മാരൊന്നും കൊല്ലാനൊന്നും പറ്റില്ല. അല്ലേ ഇതേ ഇപ്പോൾ ഒരു ക്യാച്ചിയാണ് ഓടിപ്പോണേ. ഓക്കെ, എന്തായാലും ആവട്ടെ. എന്തായാലും ഇപ്പം നമ്മൾ മൃഗങ്ങളെയൊന്നും ഇനി കൊല്ലല്ല. മാക്സിമം ചാവാറാവാണ് എന്ന് ഉണ്ടെങ്കിൽ മാത്രം കൊല്ലല്ലേ. ഈ സീഡിഞ്ഞ് എന്ന് വളർന്ന് വീറ്റായിട്ട് എന്ത് ഒരു ബ്രെഡ് തിങ്ങാനാണാവോ? ഒരു ബ്രെഡ് തിങ്ങണമെങ്കിൽ 3 വീറ്റ് വേണം. പക്ഷെ ആ ഒരു ബ്രെഡ് തിന്നാൽ 2 ഹെൽത്ത് ഈ ലോലിപ്പോപ്പ് കയറുള്ളൂ. ലോലിപ്പോപ്പ് എന്താ, ചിക്കൻ്റെ കാല്, ഹംഗ്രി ബാർ, അത് ഫുള്ളാവുള്ളൂ. എൻ്റെ കാര്യത്തിൽ ഫുള്ള് തീരുമാനമായിട്ടുണ്ട്. ഇവിടെ നിന്ന് സീഡ് 9 കിട്ടിയിട്ടാ. മാക്സിമം കളക്ട് ചെയ്യാം. നമുക്ക് കളക്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കുച്ചോർത്താനൊക്കെ പറഞ്ഞിരിക്കാമെന്ന്. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഇടാത്തത് നിങ്ങൾക്കറിയാമല്ലോ, എക്സാമൊക്കെ ആയിരുന്നു. ഇപ്പോൾ എക്സാം കഴിഞ്ഞെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. വെക്കേഷനും സ്പെഷ്യൽ ക്ലാസ്. എങ്ങനെയുണ്ട് ഗൈസ്? കോഴി ഹലോ. ഈ കോഴിയോടല്ലാട്ടോ ഞാൻ സംസാരിച്ചത്, ഞാൻ നിങ്ങളോടാണ് സംസാരിച്ചത്. സത്യമായിട്ട് ഞാൻ നിങ്ങളെ കോഴീന്നല്ല വിളിച്ചത്. സോറി. അയ്യോ, കോഴി പോയി. നമുക്കൊരു കോഴീനെ കൂടെ പിടിച്ചിടാം ഗൈസ്. വായോ മോനെ ഫ്ലെയിംസേ, ഓടി വായോ. ഫ്ലെയിംസിൻ്റെ ചെറിയ കട്ടുണ്ടല്ലേ ഗൈസ്.
ഫ്ലെയിംസിൻ്റെ സ്കിൻ കളർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഫ്ലെയിംസ്, കറക്റ്റ് ഫ്ലെയിംസ്. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് ഫെൻസും മറ്റേ ഫെൻസ് ഗേറ്റൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ പിടിച്ചിട്ടേക്കാം. നമ്മുടെ കൂട്ടത്തിലൊരു ഫ്ലെയിംസ് വേണ്ടേ? അയ്യോ വിഷയം തന്നെ. ഫ്ലെയിംസ് ഇത് കാണണ്ട, പാവും ചങ്ക് പൊട്ടിച്ചാവും. ഓക്കെ മോനെ ഫ്ലെയിംസ്. ഓക്കെ, ഇതിവിടെ വെച്ചേക്കാം, ഇതിവിടെ വെച്ചേക്കാം. വേഗം തന്നെ വയ്ക്കാം. ഈ കള്ളാമ. ഓക്കെ മതി 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 മോനെ, കയറി ഫ്ലെയിംസ്. കമോൺ ഫ്ലെയിംസ്. ഓക്കെ, ഫ്ലെയിംസ് കയറിയിട്ടുണ്ട്. ഫ്ലെയിംസ് ആരാന്ന് അറിയാത്തവർക്ക് എൻ്റെ ഒരു സുഹൃത്താണ് ഗൈസ്. എൻ്റെ ചെറിയൊരു വലിയ സുഹൃത്താണ്. സുഹൃത്തിനെ അറിയണവർക്ക് അറിയായിരിക്കും, അറിയാത്തവർ അറിയണ്ടാന്ന്. ഓക്കെ, എന്തായാലും കമൻറ്റ് ഇടാണ്ടിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ഇടാണെങ്കിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം, പിൻ ചെയ്തേക്കാം. ഓക്കെ, ഇനി എന്താ പരിപാടി? ഇനി എന്താ പരിപാടി? എൻ്റെ ഫുഡില്ല. ഫുഡൊന്ന് കണ്ടുപിടിക്കണം. ഫുഡ് വണ്ടി ഓടിച്ച് ഞാൻ ഏതോ കടലിൻ്റെ നടുക്കാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം. എനിക്കാണെങ്കിൽ ഒരു റൂയിൻഡ് ബോട്ടിൽ അവിടെ ഉണ്ടായി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ കിടക്കണ ഒരു ഷിപ്പ്രക്ക്. ഇതിവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഗൈസ്. ഇത് ഞാൻ ഓൾറെഡി കണ്ടതാണ്, അതുകൊണ്ടാണ് എനിക്ക് വലിയ റിയാക്ഷൻ ഇല്ലാത്ത. ഞാൻ ഇപ്പോൾ റെക്കോർഡ് കൂടി ചെയ്യാൻ വിചാരിച്ച്. ഞാൻ എപ്പോഴും റെക്കോർഡ് ചെയ്യാറില്ല, അറിയാമല്ലോ, സ്റ്റോറേജൊക്കെ ഫുള്ള് വെറുതെ എന്തിനാ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെറുതെ എക്സ്പ്ലോറിങ്ങിന് വന്നതാണ് ഗൈസ്. ഒരു വില്ലേജ് എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച്. ഒരു വില്ലേജ് വിട്ടൊരു പശുവിന് പോലും കിട്ടിയില്ല. എൻ്റെ തല പിളകി പോകുന്നതിനെ. പിന്നെ എനിക്കൊരു ചെറിയൊരു വലിയ മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ട് പിടിക്കാൻ പറ്റുമോ സക്കീർ വായിക്ക്? എൻ്റെ തല ശരിക്കും നോക്കിക്കോ, എൻ്റെ മുഖത്ത് നോക്ക്. ആ കള്ളത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് തോന്നണേ. ഓക്കെ, അതെന്തായാലും ഞാൻ പിന്നെ പറയാം. ഗസ് ചെയ്യാൻ പറ്റണവർ ഗസ് ചെയ്യാൻ നോക്ക്. ഓക്കെ, ഇതെന്താ പിന്നെ ഇത് അച്ചീവ്മെൻ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ ഐസ് ബക്കറ്റിൻ്റെ നമുക്കൊരു ഉപ്സീഡിനും കൂടി കിട്ടിയിട്ടുണ്ടായി. ഒരെണ്ണം കിട്ടിയുള്ളൂ കേട്ടോ. ഇവിടെ 2 ഇതെത്ര ട്രഷർ മാപ്പ് കിട്ടിയേ. കുറേ സാധനങ്ങൾ കിട്ടി. ഒരു ആർമർ കിട്ടി. പ്രൊജക്ടൽ പ്രൊട്ടക്ഷൻ കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതല്ലേ. ഇത് തുറന്നതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടല്ലേ, നമ്മൾ തോന്നുന്നില്ല. ഇവിടെയും കുറേ അയൺ, എമറാൾഡ്, നെക്കറ്റും ഉണ്ടായി. കുഴപ്പമില്ല, എല്ലാം ഇരിക്കട്ടെ. ഇത് ഇങ്കറ്റ്, മറ്റേത് നെക്കറ്റ്. ഓക്കെ, എല്ലാം സെറ്റല്ലേ? അതന്നെ, എല്ലാം സെറ്റാണ്. ശ്വാസം മുട്ട്. ഓക്കെ, ഭയങ്കര ബോട്ടി കയറി പാപ്പാ. ഞാൻ തന്നെ ഓടിക്കണല്ലേ. ബോട്ടി കയറി. ഓക്കെ, അവിടെ വീണ്ടും ഷിപ്രക്കാ. അത് ഷിപ്രക്കാ മോനെ, അത് ഷിപ്രക്കാണെങ്കിൽ ഇതെന്താ ഇത്? ഷിപ്രക്കിൻ്റെ ലോഗോ. അത് ഷിപ്രക്കാണ്. ഷിപ്രക്ക്. ഇന്ന് മൈൻക്രാഫ്റ്റ് എൻ്റെ കൂടെയാണ്, നാളെ പക്ഷെ നിങ്ങളുടെ കൂടെ ആയിരിക്കാം. ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇതെന്താ ഇങ്ങനെ ഷിപ്രക്ക്? 3 ഷിപ്രക്ക്, ഒരു റൂയിൻഡ് ബോട്ടിൽ. ഓക്കെ, ഡ്രിമ്മും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഡ്രിമ്മും എനിക്ക് വേണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രിം ഉണ്ടെങ്കിൽ ഇതും പിന്നെ മറ്റേ സൈലൻസാണ്, മറ്റേ വാർഡൻ്റെ സ്ഥലത്ത് നിന്ന് കിട്ടുന്നത്. ഓക്കെ, അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ജസ്റ്റ് ഉണ്ട്, അതെടുക്കാം. ശ്വാസം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇതിന് ക്യാരറ്റ് പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടാ. സൂപ്പൊന്നും വേണ്ട, നമുക്ക് ക്യാരറ്റ് എടുത്തേക്കാം. വേറെ എന്തൊക്കെ എടുക്കുക? സ്ഥലവും ഇല്ലല്ലോ. ഇത് ഇപ്പം എന്താ കളയുക? ഇത് ഇരിക്കട്ടെ. കോള് നമുക്ക് ആവശ്യമുള്ളതാണ്, പക്ഷെ എടുക്കാൻ സ്പേസ് ഇല്ല. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. തേങ്ങ ഗൈസ്. ഈ ശ്വാസം വെച്ചിട്ടുള്ള കളി വരെങ്കിൽ ഇതട്ടോ എനിക്ക്. ഇതെന്തത് പമ്പരം കണക്കിന് കറങ്ങി ഞാൻ. ഇതെന്തോ ഒരു മോഡിട്ടെൻ്റെ ചേട്ടാ, എനിക്ക് തന്നെ അറിയില്ല ഇതെന്താ സംഭവമാണാവോ. വിഷയം തന്നെ.
ഇത് രാത്രി ആവാറായി, അതിന് മുമ്പ് നമുക്ക് പോണട്ടാ. നമ്മളെന്തായാലും ആക്സ് കളഞ്ഞിട്ടുണ്ട്. ഇത് ഓക്കെ, ഇത് ഇനി TNT ഇരിക്കട്ടെ, വേറെ ഒന്നും ഇല്ലല്ലോ. ഒരു കോളും കൂടി എടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എന്ത് കളയും, എന്തപ്പോൾ കളയാ. തൂവൽ പൊക്കോട്ടെ. ഓക്കെ, വാ 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 വാ, വേം പൊക്കോ മോനെ, വാ വാ വാ, വേം വിട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഷാജിപ്പാപ്പ, ഇതൊരു ഐലൻഡാണല്ലേ. ഞാൻ ഇത് ഇത്ര നേരമായിട്ട് കണ്ടില്ല കേട്ടോ. ഞാനൊരു ശരിയായ മണ്ടൻ തന്നെ. ഞാൻ ഇത് മൈൻഡ് ചെയ്യണില്ല, ഞാൻ ഷിപ്പ് ട്രക്കിൻ്റെ പിന്നാലെ പോവുക വേറെ ഐലൻഡ് തപ്പി. പക്ഷെ ഇവിടെ ജംഗിളിലായതുകൊണ്ട്, ജംഗിളിൽ വില്ലേജിൽ ഇതെന്തത്, ഇവിടെ ബ്ലോക്ക് ഉണ്ടോ? എന്തൊക്കെയാ ഈ കൊച്ചു മൈൻക്രാഫ്റ്റിൽ നടക്കണ കാണാവോ. നമുക്കെന്തായാലും നമ്മുടെ ബോട്ടെടുത്ത് വേറെ ഐലൻഡ് തപ്പി നടക്കാം. ആ ബോട്ടും പോയി, സ്ഥലവും ഇല്ല. അങ്ങനെ നമ്മൾ ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം ഞാൻ കടൽ കടന്ന് എൻ്റെ വീട്ടിലെത്തി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കോഴ്സ് മറന്നുപോയി ഗൈസ്. പിന്നെ ഇതേ നേരത്തെ കിട്ടിയ പണി ഇതാണ്. ഇനി ഈ ഹെൽമെറ്റ് എൻ്റെ ജീവിതകാലം മൊത്തം ഉണ്ടാവില്ല. ഈ ഹെൽമെറ്റ് ഗോൾഡിൻ്റെ ആയതുകൊണ്ട് ഭാഗ്യം, ഇത് പെട്ടെന്ന് പൊട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയും പെട്ടെന്ന് പൊട്ടിക്കണം. എനിക്ക് കുറച്ച് അയൺ കിട്ടിയാണ്ടായി, പക്ഷേ അയണിൻ്റെ ഫുൾ ആർമർ ആവാൻ പറ്റില്ലേ. എനിക്ക് ആ സാധനം ഇനി പൊട്ടിക്കണം ദൈവമേ. പക്ഷെ അത് പൊട്ടിക്കുമ്പോൾ നമ്മൾ അത്ര റിസ്ക്, ഹാർഡ് കോറാണ്, ചാവാണ്ട് മാക്സിമം നോക്കണം. എന്തായാലും ആവട്ടെ. നമ്മളെന്തായാലും ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബക്കറ്റ് ഇരിക്കട്ടെ, ഒരു ബക്കറ്റ് സ്പേസ് ഇല്ല, ഇതെടുത്തിട്ട് അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്പേസ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് ആർമറും കൂടി ഇട്ടേക്കാം. എന്ത് സുന്ദരനാന്ന് നോക്കി കഴിഞ്ഞാൽ. എൻ്റെ പല്ലല്ലേ മെയിൻ, അതോ പല്ല് കാണിക്കാണ്ടിരിക്കണം? എല്ലാവരും പറയണത് നിൻ്റെ പല്ല് കാണിച്ചാൽ പോയിന്നാണ്, പക്ഷെ മൈൻക്രാഫ്റ്റിൽ കൊള്ളാല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് പിന്നെ പംകിൻ ഉണ്ട്. പക്ഷെ പംകിൻ അല്ലല്ലോ ഇത്, മെലൺ. ഓക്കെ, മെലൺ ഉണ്ട്. ഇനി എന്താ, ഇത് ഇവിടെ ഒരു കോഴീനെ കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു കോഴീനെ വഴി വെച്ച് കണ്ടപ്പോൾ അങ്ങനെ തൂക്കി, ഫ്ലെയിംസിനൊരു കൂട്ടാവട്ടെ എന്ന് വിചാരിച്ച്. വിഷയം തന്നെ. ഓക്കെ, നമ്മൾക്ക് എന്തായാലും ഫ്ലെയിംസ് തന്നെ ഇടാമല്ലേ ഗൈസ്. നമുക്ക് ഫ്ലെയിംസ് അല്ലേ കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഫ്ലെയിംസ് റിലേറ്റഡായിട്ട് ഒരു നല്ല 2 പേര് പറഞ്ഞാൽ നമുക്കപ്പോൾ അങ്ങനെ പേരിടാം. അതിന് മുമ്പ് ഈ കോഴീനെ കൂടി നമുക്ക്, ഈ ഫ്ലെയിംസ് 2.0 കൂടി നമുക്ക് നമ്മുടെ ബേസിൽ കൊണ്ടുപോകാം. മോനെ ഹാർഡ് കോറാണ്, മോനും ചാവല്ലേ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്. അല്ല, ഒരുമിച്ച് അവിടെ ജീവിക്കാനുള്ളതാണ്, വേറെ കോഴിയെടുപ്പം. ഓക്കെ, വേഗം വായു. ഇതെന്തത് കറങ്ങി കളിക്കണം മോനെ, ഓടി വാ. ഇവിടെ ഇതിനൊക്കെ എങ്ങനെയാണ് വിളിക്കണേ? അയ്യോ, ഇവിടെ എൻ്റെ തല കറങ്ങി. ഓക്കെ, അയ്യോ, ഇതിന് ബ്രീഡ് ചെയ്തു ഞാൻ. ക്യാമറ പോസ് എന്തോ പോയി. ഓക്കെ, വാ നിങ്ങൾ ബ്രീഡായിക്കോ. ഫ്ലെയിംസ്, ഇതാ കുട്ടി ഫ്ലെയിംസ്. ഹലോ ഫ്ലെയിംസ്. എടോ അതിൻ്റെ ആ കാലാണെങ്കിൽ ഇതുണ്ടോ വിഷയം. ഫ്ലെയിംസിൻ്റെ കൂടെ പോകും. ഫ്ലെയിംസ് ചിലവൊന്നും കിട്ടിയില്ല കേട്ടോ. ഓക്കെ, പാവം ഫ്ലെയിംസിന് നോക്കിയത് മതി. ഇനി നമ്മൾ ഫ്ലെയിംസിനെ പറ്റി പറയാനുള്ള കേട്ടോ, പാവം. ഓക്കെ, നമുക്ക് നമ്മുടെ ഹാർഡ് കോറിൻ്റെ ബാക്കി പരിപാടി നോക്കാം. നമ്മൾ ഇനി എന്താ പരിപാടി? നമ്മുടെ ബേസ് കെട്ടണം. നമ്മുടെ ബേസ് കെട്ടണേക്കാളും മുമ്പ് ക്യാമറ റോളിങ്. അയ്യോ, എവിടെ പോയി? അതേ നിൽക്കണ്. എടേ, അതെന്തത് ചീറ്റയാ, പുള്ളിപ്പുലി. അതിന് പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. അത് കൊള്ളാട്ടത്. ഞാൻ എത്ര നേരമായിട്ട് അതിന് കണ്ടില്ലല്ലോ. ഇത് മറ്റേ ക്യാറ്റാന്ന് തോന്നണു, പക്ഷേ ഇതിന് ടൈം ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ഓടി നടക്കും. ഇതിന് ലീഷിലും കെട്ടാനും പറ്റില്ല. ഇത് എങ്ങനെയും പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നൈസായിരിക്കും ഗൈസ്. എങ്ങനെയും പിടിച്ച് എവിടെയെങ്കിലും ഇടാം. സീൻ തന്നെ ഗൈസ്. അയ്യോ, ഞാൻ ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഇനി ബേസ് പണിയാണ്. നമ്മുടെ ചെറിയൊരു റീപ്ലേ മോഡിലേക്ക് പോകാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രമല്ല, നിങ്ങളുടെയും അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമ്മളിത് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കല്ലും മണ്ണൊക്കെ ആവശ്യം വരും. അതെന്തായാലും പകുതിക്ക് പോയി ഞാൻ എടുത്തുകൊണ്ട് റീപ്ലൈ മോഡിൽ എന്തായാലും നിങ്ങൾ അതൊന്നും അധികം ഞാൻ കാണിക്കാണ്ടിരിക്കാൻ നോക്കാം. നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കണം. ഇപ്പം തന്നെ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് അറിഞ്ഞൂടാ. നമുക്കെന്തായാലും പോവാം.
എൻ്റെ സുന്ദരമായ വീട് നിങ്ങൾക്ക് കാണണോ? അത്ര വലിയ സുന്ദരമൊന്നുമല്ലേ ഗൈസ്. നമുക്ക് കിട്ടിയ സാധനങ്ങൾ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തതാണ്. പിന്നെ ദേ ഈ ഹെൽമെറ്റ് ഊരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. തേങ്ങയിലെ ഹെൽമെറ്റ് എൻ്റെ പല്ലിൻ്റെ ഭംഗി തന്നെ പോയി ഗൈസ്. എന്തെങ്കിലും ആവട്ടെ. ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളും. ഇവിടെ ചെറിയൊരു ബാൽക്കണി അങ്ങനെ എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ വീടെന്തോ ഒരു അത്ര ഫിനിഷിങ് ടച്ച് ഇല്ലല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കൂട്ടാം. നമുക്ക് എന്തായാലും 100 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡ്രാഗനെ കൊല്ലണം. ഇവിടെ നിന്ന് സെറ്റായിട്ട് ഡ്രാഗനെ കൊന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇവിടെ ബാക്കി ഒരു 100 ദിവസം കൂടി വെച്ചിട്ട് നമുക്ക് ഈ ഐലൻഡ് മൊത്തം ബിൽഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. എന്നാലും നടക്കും. അല്ലാണ്ട് ഈ ബിൽഡ് ചെയ്യാൻ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ടൈമും ഉണ്ട്. ഞാനാണെങ്കിൽ ഒരു അത്ര വലിയ ബിൽഡറല്ല, ഞാൻ പതുക്കെ ബിൽഡ് ചെയ്യണ ഒരാളായതുകൊണ്ട്. ഇവിടെ ചെറിയൊരു പൂളും കാര്യങ്ങളും ഉണ്ട്. ഇത് ഞാൻ സെറ്റ് ചെയ്തതല്ല കേട്ടോ, ഇത് ഓൾറെഡി ഉള്ളതാണ്. ഈ വഴിയൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ മറ്റേ ആർമർ സ്റ്റാൻഡിൻ്റെ ഹെഡ് ഡ്രോപ്പിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു ചെറിയൊരു സ്റ്റോറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ എന്ത് ഐഡിയ ഉണ്ടെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടു, എന്തായാലും കമൻറ്റ് ചെയ്തിട്ടു. ഞാൻ വഴിയെ പറ്റുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യണതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ ടാസ്ക് 100 ദിവസം കൊണ്ട് ഡ്രാഗനെ കൊല്ലുക, പിന്നെ ഒരു അത്യാവശ്യം സ്റ്റാർട്ടർ ഒന്ന് സെറ്റ് ചെയ്യുക. നല്ല തുടക്കം തന്നെ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായെന്ന് വിചാരിക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം എത്ര ദിവസമായിന്ന്. അത് കുറച്ചുകൂടി ടൈം എടുക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് 2ാമത്തെ തവണ ഇനി കണ്ടാൽ ഞാൻ ചോദിക്കണേന്ന് തോന്നുന്നു. കാരണം എനിക്ക് മറ്റേ സംഭവം മറന്നു പോകണ അസുഖം ഉണ്ടല്ലോ, എന്താ പറയുക, അൽസിമേഷ്യ എന്തോ ഒരു സംഭവമുണ്ട്. അതാ ഒരു സമയം കളയാൻ വേണ്ടി എങ്ങനെ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുത്താനെ കിട്ടി. മോനെ കുറച്ച് പേരും കൂടി കൊണ്ടുപോടാ, ഞാൻ ഹാർഡ് കോർ ഇപ്പോൾ തീരുമെന്ന് പറഞ്ഞ വരെ പേടിപ്പിക്കട്ടെ എന്നൊക്കെ പറയണമെന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ കറക്റ്റ് 20 ദിവസം ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണണ്ടേ, ഇത് കണ്ട 20ാമത്തെ ദിവസം ഞാൻ ആക്കിയിട്ടുണ്ടെന്നല്ല, നമ്മളിങ്ങനെ കളിച്ച് പോയപ്പോൾ ആയതാണ്. അല്ലാണ്ട് ഞാൻ കമാൻഡ് വെച്ചൊന്നും അടിച്ചതല്ല കേട്ടോ. ചിലവന്മാരുണ്ട് ഞാൻ ചീറ്റ് ചെയ്യണമെന്നൊന്ന് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാതിരിക്കണവരോട് എനിക്കൊന്നും പറയാനില്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഇതുവരെ ചീറ്റ് ചെയ്തിട്ട് ഇല്ല. എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ അവരോട് പറഞ്ഞിട്ട് ചീറ്റ് ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ സന്ധ്യയായി, ഉഷസ്സായി, നമ്മുടെ വീഡിയോയും അവസാനിച്ചു. ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഐലൻഡിൽ ഇപ്പോൾ നമ്മുടെ ബേസ് ഒരു ചെറുതും ആ ടെമ്പിളാണ് ഇപ്പോഴും വലുത്. നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ വരുന്ന എപ്പിസോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.